എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട സ്കൂൾ ഓഫ് തോട്ട്സും അതിന്റെ കീഴിൽ വരുന്ന അസംഷൻസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്നാമത്തേതാണ് മെർക്കന്റലിസം. 60th and 70th സെഞ്ചുറിയിൽ യൂറോപ്പിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. രാജ്യത്തിന്റെ വെൽത്ത് എന്ന് പറയുന്നത് ഗോൾഡിലും സിൽവറിലും അല്ലെങ്കിൽ സ്പീഷ്യസ് ആയിട്ടുള്ള മെറ്റൽസിലുമായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ എക്സ്പോർട്ട് കൂട്ടിയിട്ട് ഇമ്പോർട്ട് കുറയ്ക്കുകയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത് ഒരു സീറോസം ഗെയിം ആയിരിക്കും. സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷൻ ഉണ്ടായിരിക്കും, പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായിരിക്കും. ഗ്ലോബൽ വെൽത്ത് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് നേച്ചറിലുള്ളതാണ്. പിന്നെ കൊളോണിയലൈസേഷൻ ഉണ്ടായിരിക്കും. പ്രൊഡ്യൂസ് എവറിത്തിങ് ഡൊമസ്റ്റിക്കലി. ഇവിടുത്തെ പ്രധാന എക്കണോമിസ്റ്റുകളാണ് അന്റോണിയോ സെറ, തോമസ് മൺ, ജോയിഷ് ചൈൽഡ്, വില്യം പെറ്റി. ഇന്റർനാഷണൽ ട്രേഡിലെ മെർക്കന്റലിസ്റ്റ് ഇന്റർനാഷണൽ ട്രേഡ് തിയറി ഡെവലപ്പ് ചെയ്തത് വില്യം പെറ്റിയാണ്. സ്കൂൾ ഓഫ് തോട്ട് ആണ് ഫിസിയോക്രാറ്റ്സ് അല്ലെങ്കിൽ ഫിസിയോക്രസി. ഒരു ഗ്രീക്ക് ടേമാണ് ഫിസിയോക്രാറ്റ്സ് എന്ന് പറയുന്നത്. 1710-1765 കാലഘട്ടത്തിൽ ഫ്രാൻസിലാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വന്നത്. ഫസ്റ്റ് ട്രൂ സയന്റിഫിക് സ്കൂൾ ഓഫ് എക്കണോമിക് തോട്ട് എന്ന പേരിലാണ് ഫിസിയോക്രാറ്റിക് സ്കൂൾ ഓഫ് തോട്ട് അറിയപ്പെടുന്നത്. ഒരു നാച്ചുറൽ ലോ ആയിരിക്കും എക്കണോമിയെ ഗവേൺ ചെയ്യുന്നത്. അഗ്രികൾച്ചറിനെ മാത്രമാണ് അവർ സോഴ്സ് ഓഫ് വെൽത്ത് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതർ സെക്ടേഴ്സ് ആർ കൺസിഡേർഡ് ആസ് ആൻ അൺപ്രൊഡക്റ്റീവ്. ലേസിഫർ പോളിസി, അതായത് നോ ഗവൺമെന്റ് ഇന്റർവെൻഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സിംഗിൾ ടാക്സ് ഓൺ ദി ലാൻഡ്, സർക്കുലർ ഫ്ലോ ഓഫ് ദി വെൽത്ത്, ക്രിറ്റിക്സസ് ഓൺ ദി മെർക്കന്റലിസം. കൂടാതെ ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ടാബ്ല്യൂ എക്കണോമിക് എന്ന് പറയുന്ന ഫസ്റ്റ് എക്കണോമിക് മോഡൽ. 1758 ഡെവലപ്പ് ചെയ്ത ടാബ്ല്യൂ എക്കണോമിക്ക എന്ന് പറയുന്ന എക്കണോമിക് മോഡലാണ് ആദ്യത്തെ എക്കണോമിക് മോഡൽ. ഇത് ഡെവലപ്പ് ചെയ്തത് ഫ്രാൻകോയിസ് ക്വസൻസിയാണ്. ഈ മോഡൽ കാണിക്കുന്നത് ഇൻകത്തിന്റെ ഒരു സർക്കുലർ ഫ്ലോ ആണ്. ഒരു എക്കണോമിയിൽ ഇൻകം എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് എന്നാണ് ഇത് കാണിക്കുന്നത്. 3 തരത്തിലുള്ള ക്ലാസ് ഓഫ് ഗ്രൂപ്പ്സ് ആയിരിക്കും എക്കണോമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒന്നാമത്തേത് പ്രൊഡക്റ്റീവ് ക്ലാസ്സസ്, രണ്ടാമത്തേത് പ്രോപ്പറേറ്ററി ക്ലാസ്സസ്, മൂന്നാമത്തേത് സ്റ്റെറിലെ ക്ലാസ്സസ്. പ്രൊഡക്റ്റീവ് ക്ലാസ്സസ് എന്ന് പറയുന്നത് ഫാർമേഴ്സ് അല്ലെങ്കിൽ ലേബർ ആയിരിക്കും. അവരായിരിക്കും നെറ്റ് പ്രൊഡക്റ്റ് റിസീവ് ചെയ്യുന്നവർ. രണ്ടാമത്തെ പ്രൊപ്പറേറ്ററി ക്ലാസ്സസ് എന്ന് പറയുന്നത് ലാൻഡ് ഓണേഴ്സ് ആയിരിക്കും. ഇവർക്ക് റെന്റ് ആയിരിക്കും കിട്ടുന്നത്. മൂന്നാമത്തെ സ്റ്റെറിലെ ക്ലാസ്സസ്, അവർ ആർട്ടിഷ്യൻസ്, മെർച്ചൻസ് അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സ് ഒക്കെ അടങ്ങുന്നതാണ്. ഇവർ ഒരിക്കലും വെൽത്ത് ഉൽപ്പാദിപ്പിക്കുന്നില്ല. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് ക്ലാസിക്കൽ സ്കൂള്. 19th സെഞ്ചുറിയിൽ ബ്രിട്ടനിലും ഇംഗ്ലണ്ടിലുമായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇതാണ് ഫസ്റ്റ് മോഡേൺ സ്കൂൾ ഓഫ് എക്കണോമിക് തോട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആഡം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ, തോമസ് മാൽത്തൂസ്, JS മില്ല്, JB സേ എന്നിവരാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റുകൾ. ഇവിടുത്തെ പ്രധാനപ്പെട്ട അസംഷൻസ് ആണ് ഫ്ലെക്സിബിൾ പ്രൈസും വേജും ഓപ്പറേറ്റ് ചെയ്ത് എക്കണോമിയെ ഒരു ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത്. ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയമാണ് അസ്യൂം ചെയ്യുന്നത്. സെയിൽസ് ലോ ഓഫ് ദി മാർക്കറ്റ്, സപ്ലൈ ഈസ് ക്രിയേറ്റ്സ് ഓൺ ഡിമാൻഡ് എന്നാണ് പറയുന്നത്. ലേസിഫർ പോളിസി, അതായത് നോ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. സെൽഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഇൻവിസിബിൾ ഹാൻഡ്, ഇതെന്ന് പറയുന്നത് ആഡം സ്മിത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനാണ്. സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വാലിറ്റി, കൂടാതെ ഫ്രീ ട്രേഡ്, നാച്ചുറൽ ഇക്വിലിബ്രിയം, ലോങ് ടേം ഗ്രോത്ത് എന്നിവയെല്ലാമാണ് ഇവരുടെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട തിയറീസസ് ആണ് ആബ്സലൂട്ട് അഡ്വാൻറ്റേജ് തിയറി, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി, തിയറി ഓഫ് പോപ്പുലേഷൻ, വേജ് ഫണ്ട് തിയറി, റെന്റ് തിയറി, അയൺ ലോ ഓഫ് ദി വേജ്, ലേബർ തിയറി ഓഫ് വാല്യൂ, സെയിൽസ് ലോ എന്നിവയെല്ലാം. 19th സെഞ്ചുറിയിൽ കാൾ മാർക്സ് ഡെവലപ്പ് ചെയ്ത ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റാണ് കാൾ മാർക്സ്, ഫ്രെഡറിക് ഏഞ്ചൽസ്, റോസൻ ലക്സംബർഗ്, വാൾഡിമർ ലെനിൻ, അന്റോണിയോ ഗ്രാംസെ, ഡേവിഡ് ഹാർവേ, പോളസ് വീസി. പോളസ് വീസി റിലേറ്റ് ചെയ്തിരിക്കുന്നത് കിങ്ഡ് ഡിമാൻഡ് കർവുമായിട്ടാണ്, അതായത് ഒടിഞ്ഞ ഒരു ഡിമാൻഡ് കർവ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് സർപ്ലസ് വാല്യൂ, ഓർഗാനിക് കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ, ക്രൈസിസ് തിയറി, ക്ലാസ് സ്ട്രഗിള്. കൂടാതെ എന്താണ് ബൂർഷ്വാസിസ് ആൻഡ് പൊളിറ്ററേറ്റ്സ് എന്ന് പറയുന്ന 2 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആയിരിക്കും ഒരു എക്കണോമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോഷ്യൽ ഓണർഷിപ്പ്, നീഡ് ഫോർ പ്രൊഡക്ഷൻ, ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി ഓഫ് പബ്ലിക്സ്, കോർപ്പറേഷൻ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, റാഷണൽ എക്കണോമിക് പ്ലാനിംഗ് എന്നിവയെല്ലാം. വെസ്റ്റേൺ കൺട്രീസിൽ ഡെവലപ്പ് ചെയ്ത ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് നിയോ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട് ഇൻ എക്കണോമിക്സ്. 1850-1970 കാലഘട്ടത്തിലാണ് നിലനിന്നിരുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാപനം എന്നറിയപ്പെടുന്നത് ആൽഫ്രഡ് മാർഷലാണ്. ഇവിടുത്തെ പ്രധാന അസംഷൻസ് റാഷണാലിറ്റി, മാർക്കറ്റ് ഇക്വിലിബ്രിയം, ഇൻഡിവിജ്വലിസം, സെൽഫ് ഇൻട്രസ്റ്റ്, കണ്ടിന്യൂസ് എക്കണോമിക് ഗ്രോത്ത്, യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, പെർഫെക്റ്റ് ഇൻഫർമേഷൻ, സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഓഫ് റിസോഴ്സസ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, സെർട്ടൈ പാരിബസ്. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട തിയറികളാണ് ഇൻഡിഫറൻസ് കർവ് ആൻഡ് ബജറ്റ് ലൈൻ അനാലിസിസ്, പ്രൊഡക്ഷൻ തിയറീസസ്, കൺസ്യൂമർ ചോയ്സ് തിയറീസസ്, മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസ്, മാർജിനൽ തിയറി ഓഫ് പ്രൊഡക്ടിവിറ്റി, ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറീസസ്, പ്രൈസ് മെക്കാനിസം, തിയറി ഓഫ് ഫേം, കൺസ്യൂമർ ചോയ്സ് തിയറി, ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ്, പാരിറ്റോ എഫിഷ്യൻസി തിയറി.
ഇവിടുത്തെ പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റ്സ് ആണ് ആൽഫ്രഡ് മാർഷൽ, ലെയോൺ വാൽറാസ്, വില്യം സ്റ്റെനി ജവൻസ്, വിൽഫ്രഡ് പാരറ്റോ, എഡ്ജ്വർത്ത് ആൻഡ് പോൾ എ സാമുവൽസൺ.